നമസ്കാരം, സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട കൊച്ചിയിൽ. 15,000 കോടി വില മതിക്കുന്ന മയക്കുമരുന്നുകളുമായുള്ള കപ്പലാണ് കൊച്ചിയിൽ പിടികൂടിയത്. 2500 കിലോയിൽ പരം മെത്താഫിറ്റാമിനാണ് പിടികൂടിയത്. NCBയും ഇന്ത്യൻ നാവികസേനയും ചേർന്നാണ് പുറംകടലിൽ വെച്ച് കപ്പൽ പിടികൂടിയത്. പാകിസ്ഥാൻ സ്വദേശിയായ ഒരാൾ പിടിയിലായി. And this joint operation was conducted by Indian Navy and NCB. It was weeks-long operation, but we could succeed in seizing a boat, and we call it mothership. The concept of mothership is that the mothership carries huge quantity of drugs that move from places in Pakistan and Iran, and that mothership would carry tons of drugs. So this time, when we got the input from our source, which was developed by Naval Intelligence and NCB, and then we started our operation, and we could intercept a boat after Herculean efforts made by both the agencies, and we could intercept a mother boat, and from that boat we could seize 2,500 kg of methamphetamine. The weighing process is still not complete. The weight could be more than 2.5 tons, and the approximate value of the seized methamphetamine would be approximately 15,000 crores. This I should proudly share with you that this is the largest seizure ever made by any drug law enforcement agency in the country. കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഒരു വിളനിലമായി മാറുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മൾ ഈ കാണുന്നത്, നമ്മൾ സപ്ലൈകോയിലും മറ്റും ഈ ധാന്യങ്ങളെല്ലാം ചാക്ക് കണക്കിന് ചുമന്ന് കയറ്റുന്ന ദൃശ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അതേപോലെയാണ് ഇത് ചാക്ക് അട്ടിയിട്ട് ചായച്ചു വെച്ചിരിക്കുന്നത്. അത്രയും മാരകമായ ലഹരി മരുന്നുകളാണ്. ഏതാണ്ട് 12,000 കോടി രൂപയിലധികം വില ഈ മാർക്കറ്റിൽ കണക്കാക്കുന്ന ലഹരി മരുന്നുകളാണ്. ഒരു വലിയ ഒരു തലമുറയത്തിന് മുഴുവനായി ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിൽ ലഹരിക്ക് അടിപ്പെടുത്താൻ കഴിയുന്ന വലിയ ലഹരി മരുന്ന് ശേഖരം. ഇതിൻ്റെ പലതിൻ്റെയും തന്നെയും പാക്കറ്റുകളിൽ ഇതിൽ പാകിസ്ഥാൻ അതിൻ്റെ ഒരു പേര് അടക്കം എഴുതിയിട്ടുണ്ട്. നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇതിൽ പലതിലും തന്നെ ആ രീതിയിലുള്ള പേരുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായെന്ന് പറയുകയുണ്ടായി. ഇതിൻ്റെ പല പാക്കറ്റുകളുടെ മുകളിലും അത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത പാക്കറ്റുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചതാകാം. എന്തായാലും ആ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ലിങ്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ പിടിയിലായിരിക്കുന്നതും നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ച ആളും പാകിസ്ഥാൻ സ്വദേശി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദ്യം ചെയ്യൽ കാര്യമായി പുരോഗമിക്കുകയും ഭാഷയുടെ ഒരു പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടാവുന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യൻ തീരങ്ങൾ, അതോടൊപ്പം തന്നെ മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ, ഇതിൻ്റെ എല്ലാം തീരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും തന്നെയും ഇത്തരം ഈ ലഹരി മരുന്ന് ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ എല്ലാം തന്നെ ഒരു വിളനിലമായി മാറുന്നത് ഈ തീരങ്ങളാണ്. അതുകൊണ്ട് ഈ 3 രാജ്യങ്ങൾ, ഇന്ത്യ, അതോടൊപ്പം തന്നെ മാലദ്വീപ്സും ശ്രീലങ്കയും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ നേരത്തെയും ജോയിൻ്റ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ നടത്തിയിരുന്നു. പോയ വർഷവും ഇതുപോലെ തന്നെ മാലദ്വീപ്സിൽ നിന്ന് ഇത്തരം കേസ് സമാനമായ രീതിയിൽ തന്നെ ഇത്തരം പരിശോധനകളെല്ലാം തന്നെ അവിടുത്തെ അന്വേഷണ ഏജൻസികളടക്കം നടത്തിയിരുന്നു. അങ്ങനെ ഈ വിവരങ്ങൾ കൈമാറുന്നതിൻ്റെ ഭാഗമായാണ് ഈ മദർഷിപ്പ് വഴി ഇത്രയധികം ക്വാണ്ടിറ്റിയിലുള്ള ലഹരി മരുന്ന് കടത്തപ്പെടുന്നു എന്ന വിവരങ്ങൾ കിട്ടുന്നത്.
ഇതാദ്യമായാണ് ഒരു മദർഷിപ്പിനെ ഒരു ഇന്ത്യൻ ഏജൻസി തന്നെയും കൃത്യമായി ട്രാക്ക് ചെയ്ത് പിടികൂടാൻ കഴിയുന്നതും ഈ കാണുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത്തരം വലിയൊരു ക്വാണ്ടിറ്റി ഇതിൽ ലഹരി മരുന്ന് അത് സീസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. എന്തായാലും വലിയൊരു ഇടപെടൽ, വളരെ നിതാന്തമായ ഒരു ജാഗ്രത, അതെല്ലാം തന്നെയാണ് ഈ ഓപ്പറേഷൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സമുദ്രഗുപ്ത അതിൻ്റെ ഒരു വിജയത്തിലേക്ക്, അതിൻ്റെ ഒരു വെന്നിക്കൊടി പാറിക്കുന്നത് ഇത്തരം ഈ വലിയ വിജയങ്ങൾ കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണയും എല്ലാം തന്നെയും നേരത്തെ വൻതോതിലടക്കം ഇന്ത്യയുടെ മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും പിടികൂടിയിരുന്നു. അതിൽ വീണ്ടും എഴുതപ്പെടുകയാണ് ഒരു ചരിത്രം കൂടി. ഇപ്പോൾ 12,000 കോടിയിലധികം രൂപ വരുന്ന മാരക ലഹരി മരുന്നിൻ്റെ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ആഴക്കടൽ മേഖലകളിൽ നടത്തുന്ന പരിശോധനകളെല്ലാം തന്നെ അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അങ്ങനെ ആ രീതിയിലെല്ലാം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി വരികയാണ്. തീർച്ചയായും തന്നെയും ഇത് ഈ സേനയുടെ തന്നെ കണ്ണിൽപ്പെടും എന്ന രീതിയിൽ തന്നെയാണ് അവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. മറ്റ് തൊട്ടടുത്ത രാജ്യങ്ങൾ ശ്രീലങ്കയും അതോടൊപ്പം തന്നെ മാലദ്വീപ്സും മേഖലകളെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾ നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നു. കാരണം ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ ഒരു കാച്ചിങ് എന്ന് പറയാവുന്ന രീതിയിലാണ്. കാരണം ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഈ രീതിയിലുള്ളൊരു ജോയിൻറ്റ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് വരികയും ഇത്തരം മയക്കുമരുന്നുകൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ സംബന്ധിച്ച കൂടുതലായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നേക്കും. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ പേർ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ സ്വദേശിയെ ചോദ്യം ചെയ്തു വരുന്നു. പ്രത്യേകിച്ച് ഇയാളിൽ നിന്ന് ഇതിൽ കൂടുതലായി അറിയാനുള്ളത് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇത് അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൂടുതലായും നേരത്തെയും തന്നെയും ഇത് സമാനമായ രീതിയിൽ പിടിക്കപ്പെട്ട പലതും തന്നെയും അതിൻ്റെ എല്ലാം തന്നെ ഒരു ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. പിന്നീട് പാകിസ്ഥാൻ്റെ മറ്റ് തീരങ്ങൾ വഴി ഇതുപോലുള്ള ഈ ഷിപ്മെൻറ്റുകളിലേക്ക് മാറുകയും പുറപ്പെടുകയുമാണ്. ഇറാൻ പാകിസ്ഥാൻ സമുദ്രാതിർത്തികൾ വഴിയാണ് പിന്നീട് ഈ ലഹരി മരുന്ന് പുറത്തേക്ക് വരികയും ഇതിന് പുറംകടലിൽ വെച്ച് അതിൻ്റെ ഇടപാടുകാർക്ക് കൈമാറുകയും അടക്കം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി കടത്തിന്റെ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്തേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വരാം. തിരികെ സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കൊച്ചിയിൽ ഇന്നുണ്ടായത്. അതീവ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലെ രഹസ്യ വിഭാഗങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഇത്ര വലിയ ലഹരിവേട്ട നടത്താൻ കഴിഞ്ഞതെന്നും NCB ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉണർത്തുന്ന വിധത്തിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയിലൂടെ കോടികളുടെ ലഹരി കച്ചവടം നടക്കുന്നതായുള്ള വ്യാപകമായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് 2022 ജനുവരി മാസത്തിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ സഞ്ജയ് കുമാറിന്റെ മേൽനോട്ടത്തിൽ ഓപ്പറേഷൻ സമുദ്രഗുപ്തന് തുടക്കമായത്. തുടങ്ങിയ വർഷം തന്നെ ആദ്യം ഗുജറാത്തിലും പിന്നീട് കേരളത്തിലും വൻ ലഹരി വേട്ട നടന്നു. ഹാഷിഷ് ഓയിലും ഹെറോയിനുമാണ് അന്ന് പിടികൂടിയത്. പക്ഷേ ഓപ്പറേഷൻ സമുദ്രഗുപ്തന്റെ ഭാഗമായി നടക്കുന്ന പരിശോധനകളിൽ ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 15,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വൻ ലഹരിവേട്ട കേരള തീരത്ത് വെച്ച് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മെറ്റാഫെറ്റമൈന് പുറമെ ഹെറോയിനും ഹാഷിഷ് ഓയിലും ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതായതാണ് NCBയുടെ കണ്ടെത്തൽ. ഏതാണ്ട് 3200 കിലോഗ്രാമിലധികം മെറ്റാഫെറ്റമൈനും ഒപ്പം തന്നെ 500 കിലോഗ്രാമിൽ അധികം ഹാഷിഷ് ഓയിലും 500 കിലോഗ്രാമിൽ അധികം അതോടൊപ്പം തന്നെയുള്ള ലഹരി വസ്തുക്കളുമാണ് പിടികൂടിയത് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേരള തീരത്ത് നിന്ന് ഇത് പിടികൂടുമ്പോൾ ശ്രീലങ്ക ലക്ഷ്യമാക്കിയാണ് ഈ ബോട്ടുകൾ നീങ്ങിയിരുന്നത് എന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർക്ക് പ്രാഥമികമായി ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് ഈ ബോട്ടുകൾ ലഹരി വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതോടൊപ്പം രക്ഷപ്പെട്ടോടിയ ഇരുട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ടു പോയ 2 ബോട്ടുകളെയും ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്നവരെയും പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടും ഇരിക്കുകയുമാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് പുറമെ ശ്രീലങ്കയിലെയും മാലിദ്വീപിലെയും
രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൂടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അതീവ രഹസ്യമായ ഒരു ഓപ്പറേഷൻ സമുദ്രഗുപ്തന്റെ ഭാഗമായി കേരള തീരത്ത് നടന്നത് എന്നാണ് നമുക്ക് ന്യൂസ് 18ന്റെ ഇന്റേണൽ സോഴ്സുകൾക്ക് കൃത്യമായി NCB ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. കേരളത്തിൽ അടക്കം ലഹരി മാഫിയ വലിയ തോതിൽ വലപിരിക്കുകയും സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കോടികളുടെ ഇടപാടുകളാണ് രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്ന് ആഴ്ചകൾക്കകമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ ഇത്തരത്തിലൊരു വൻ ലഹരിവേട്ട നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൌരവതരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ നിരന്തരമായ പരിശോധനകൾ നടക്കുന്നതിനൊപ്പം ഈ പരിശോധനകളിൽ പിടികൂടുന്ന ആളുകൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കാൻ കൂടി നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ തങ്ങളുടെ വേരുകൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉറപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപവും ഒരു തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും NCBയും ഇന്ത്യൻ നേവിയും സംയുക്തമായി നടത്തിയ ഈ പരിശോധനയിൽ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ലഹരിവേട്ട നടന്നിരിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണെങ്കിലും പിടികൂടിയതിനേക്കാൾ അധികമാണ് പിടികൂടാതെ രഹസ്യമായി ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ലഹരി മാഫിയയുടെ കോടികൾ വിലമതിക്കുന്ന ലഹരി കച്ചവടം എന്നതാണ് എടുത്തു പറയേണ്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരിടവേള കൂടി. തിരികെ സ്പെഷ്യൽ എഡിഷനിലേക്ക്. കടൽ മാർഗം കടത്തിക്കൊണ്ടുവരുന്ന ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കുന്നത് സമീപകാലത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, മുംബൈ തീരങ്ങളിലും കേരള തീരത്തുമാണ് ഏറ്റവും അധികം ലഹരിവേട്ടകൾ നടന്നിട്ടുള്ളത്. മിക്കതിന്റെയും വേരുകൾ നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. രാജ്യവിരുദ്ധ ശക്തികളും ലഹരി മാഫിയയും കൈകോർത്ത് പ്രവർത്തിക്കുന്നതായാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികളും കരുതുന്നത്. മാർച്ച് 25-ന് 300 കിലോ ഹെറോയിനുമായി പോവുകയായിരുന്ന ടെവിഹൻസി എന്ന ശ്രീലങ്കൻ ബോട്ട് കേരള തീരത്തിനടുത്ത് തീരസംരക്ഷണ സേന പിടികൂടിയിരുന്നു. പ്രതികളിൽ നിന്ന് 5 AK-47 തോക്കുകൾ, 1000 തിരകൾ എന്നിവയും കണ്ടെത്തി. ആയുധങ്ങളുമായി വിദേശ പൗരന്മാർ പിടിയിലായതിനാൽ കേസ് പിന്നീട് NIA ഏറ്റെടുത്തു. 2022 ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും നേവിയും നടത്തിയ സംയുക്ത റെയ്ഡിൽ 760 കിലോഗ്രാം ലഹരിമരുന്ന് പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ 2000 കോടി രൂപ വില വരുന്ന ലഹരിമരുന്നുകളാണ് അന്ന് പിടിച്ചത്. 529 കിലോ ഹാഷിഷ്, 234 കിലോ ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെതാംഫെറ്റാമിൻ, ഹെറോയിൻ എന്നിവ പിടിച്ചെടുത്തു. ഏപ്രിലിൽ വീണ്ടും ഗുജറാത്തിൽ കോടികളുടെ ലഹരിവേട്ട നടന്നു. കാൺലയിൽ നിന്നും 205.6 കിലോ ഹെറോയിനാണ് പിടികൂടിയത്. ഇത് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ജാഖവ് തുറമുഖത്ത് നിന്ന് 280 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചെടുത്തു. പാകിസ്ഥാൻ പൗരന്മാരുടെ അൽഹാജ് എന്ന ബോട്ട് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുകൾ കണ്ടെത്തിയത്. 9 പാകിസ്ഥാൻ പൗരന്മാർ അന്ന് പിടിയിലായി. 2022 മെയ്യിൽ കൊച്ചി പുറംകടലിൽ 1000 കോടിയോളം വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. 220 കിലോ ഹെറോയിനാണ് കോസ്റ്റ് ഗാർഡും റവന്യൂ ഇന്റലിജൻസും പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ ഉത്പാദിപ്പിച്ച ഹെറോയിൻ കന്യാകുമാരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് സൂചന. ഒക്ടോബറിൽ കൊച്ചി, ഗുജറാത്ത്, മുംബൈ തീരങ്ങളിൽ വൻ ലഹരിവേട്ട നടന്നു. ഇന്ത്യൻ മഹാസമുദ്രം വഴി കടത്താൻ ശ്രമിച്ച 1200 കോടി രൂപ വില വരുന്ന 200 കിലോ ഹെറോയിനാണ് കേരള തീരത്ത് പിടിച്ചത്. 6 ഇറാൻ സ്വദേശികൾ അന്ന് അറസ്റ്റിലായി. ലഹരി കടത്തിയത് പാക് ലഹരി മാഫിയയ്ക്ക് വേണ്ടിയെന്ന് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വീനാപ്പിൾ ഇറക്കുമതി എന്ന വ്യാജേന കൊണ്ടുവരികയായിരുന്ന 502 കോടി രൂപ വില വരുന്ന 50 കിലോ കൊക്കൈനാണ് മുംബൈയിൽ റവന്യൂ ഇന്റലിജൻസ് പിടിച്ചത്. 1476 കോടി രൂപയുടെ ലഹരിമരുന്ന് കടത്തിയതിന് റിമാൻഡിലായിരുന്ന കൊച്ചി അയ്യമ്പുഴ സ്വദേശി വിജിൻ വർഗീസിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു. ഹെറോയിനുമായാണ് പാകിസ്ഥാൻ ബോട്ട് ഗുജറാത്ത് തീരത്ത് പിടികൂടിയത്. അൽസാക്കർ എന്ന ബോട്ടിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിൽ 350 കോടി രൂപ മതിക്കുന്ന 50 കിലോഗ്രാം ഹെറോയിൻ കണ്ടെത്തി. ബോട്ടിലുണ്ടായിരുന്ന 6 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ചിലും ഗുജറാത്ത് തീരത്ത് 425 കോടിയുടെ ഹെറോയിൻ പിടിച്ചു. ഈ കേസുകളിലെല്ലാം അന്വേഷണം നീളുന്നത് പാകിസ്ഥാൻ ലഹരി മാഫിയയിലേക്കാണ്. കേരളവും അവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണെന്നാണ് സമീപകാലത്തെ ലഹരിവേട്ടകൾ സൂചിപ്പിക്കുന്നത്. തീർത്തും ആശങ്കാജനകമാണ് ഈ വസ്തുതകൾ. തീരദേശത്തടക്കം പരിശോധനകൾ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.